2024 മെയ് 4 നടന്ന വളരെ നിർണായകമായൊരു IPL 2024 മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ GET റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB 4 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടി. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ഈ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം RCB വളരെ അനായാസം മറികടന്നു. വെറും 13.4 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺസെടുത്ത് അവർ വിജയത്തിലെത്തി. ഈ വിജയം ബംഗളൂരുവിന് വളരെ നിർണായകമായിരുന്നു. ലീഗ് ടേബിളിൽ അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്താനും പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താനും ഇത് സഹായിച്ചു. RCBയുടെ ഈ വിജയകരമായ ചേസിംഗിന് അടിത്തറയിട്ടത് ക്യാപ്റ്റൻ ഫാഫ് ഡു പ്ലസിസിന്റെയും സ്റ്റാർ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലിയുടെയും തകർപ്പൻ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. ഡു പ്ലസിസ് വെറും 23 പന്തിൽ നിന്ന് 64 റൺസെടുത്ത് മുന്നിൽ നിന്ന് നയിച്ചു. 10 ഫോറുകളും 3 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ തകർപ്പൻ ഇന്നിംഗ്സ്. കോഹ്ലി മികച്ച പിന്തുണ നൽകി 27 പന്തിൽ 42 റൺസ് സംഭാവന ചെയ്തു. 2 ഫോറുകളും 4 സിക്സറുകളും അതിൽ ഉൾപ്പെടുന്നു. വെറും 5.5 ഓവറിൽ പിറന്ന അവരുടെ ഈ 92 റൺസിന്റെ കൂട്ടുകെട്ട് RCBക്ക് ഉയർന്ന സ്കോറിംഗ് നിരക്ക് നിലനിർത്താൻ സഹായിക്കുകയും ചേസിംഗിന്റെ സമ്മർദ്ദം കാര്യമായി കുറയ്ക്കുകയും ചെയ്തു. കൂടാതെ IPL ചരിത്രത്തിലെ RCBയുടെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ എന്ന നേട്ടവും അവർക്ക് സ്വന്തമായി. കളിയുടെ തുടക്കത്തിൽ മുഹമ്മദ് സിറാജ് നിർണായക പങ്കുവഹിച്ചിരുന്നു. RCBക്ക് വേണ്ടി മികച്ചൊരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച സിറാജ് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും നേടി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടോസ് നേടി ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചതോടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഇന്നിംഗ്സ് തുടങ്ങി. തുടക്കത്തിൽ തന്നെ GETയുടെ ബാറ്റിംഗ് നിര സമ്മർദ്ദത്തിലായി. പെട്ടെന്ന് 3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് വെറും 19 റൺസെന്ന നിലയിലായിരുന്നു അവർ. ഈ ആദ്യകാല തിരിച്ചടികൾക്കിടയിലും മധ്യനിര ഒട്ടും പതറാതെ പിടിച്ചുനിന്നു. ഷാരൂഖ് ഖാൻ 37 റൺസെടുത്ത് നിർണായക പ്രകടനം കാഴ്ചവെച്ചു. ഡേവിഡ് മില്ലർ 30 റൺസ് കൂടി നേടിയതോടെ ഇന്നിംഗ്സ് ഒരുവിധം മുന്നോട്ട് നീങ്ങി. പിന്നാലെ രാഹുൽ തെവാട്ടിയ 21 പന്തിൽ നിന്ന് നിർണായകമായ 35 റൺസ് കൂടി അടിച്ചെടുത്തു. ഇതോടെ ടീം സ്കോർ 140 കടന്നു. എങ്കിലും 19.3 ഓവറിൽ 147 റൺസിന് ഗുജറാത്ത് ടൈറ്റൻസ് എല്ലാവരും പുറത്തായി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ ബൌളിംഗ് നിര ടൈറ്റൻസിനെ പിടിച്ചുകെട്ടാൻ ഒത്തൊരുമിച്ച് നന്നായി പ്രയത്നിച്ചു. മുഹമ്മദ് സിറാജ് മുന്നിൽ നിന്ന് നയിച്ചു. 29 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ നേടി. യശ് ദയാലും വിജയകുമാർ വൈശാഖും 2 വിക്കറ്റ് വീതം വീഴ്ത്തി മികച്ച പിന്തുണ നൽകി. കാമറൂൺ ഗ്രീൻ സായ് സുദർശനെ പുറത്താക്കുകയും ചെയ്തു. അതേസമയം GETക്ക് വേണ്ടി റാഷിദ് ഖാൻ 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും 49 റൺസ് വഴങ്ങേണ്ടി വന്നു. RCBയുടെ ബൌളർമാർ ഒത്തൊരുമിച്ച് നടത്തിയ മികച്ച പ്രകടനം കാരണം GETയുടെ മധ്യനിര ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും ബാറ്റിംഗിന് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പിച്ചിൽ ഈ സ്കോർ അനായാസം നേടാവുന്ന ഒന്നാണെന്ന് ഉറപ്പായിരുന്നു. ഫാഫ് ഡു പ്ലസിസും വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഒരു വെടിക്കെട്ട് തുടക്കം നൽകിയെങ്കിലും പിന്നീട് മധ്യ ഓവറുകളിൽ ടീം ഒന്ന് പതറിപ്പോയി. വിക്കറ്റ് നഷ്ടമില്ലാതെ 92 റൺസെന്ന മികച്ച നിലയിൽ നിന്ന് വെറും 25 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ 5 വിക്കറ്റുകളാണ് അവർക്ക് നഷ്ടമായത്. ഇതോടെ 6 വിക്കറ്റിന് 117 റൺസെന്ന നിലയിലേക്ക് ടീം ഒതുങ്ങുകയും ചേസിൽ ഒരു ചെറിയ ആശങ്കയുണ്ടാവുകയും ചെയ്തു. പക്ഷേ പരിചയസമ്പന്നരായ ദിനേശ് കാർത്തിക്കും സ്വപ്നിൽ സിംഗും ശാന്തമായി ബാറ്റ് ചെയ്ത് ഇന്നിംഗ്സിനെ നിയന്ത്രിച്ചു. കാർത്തിക് 12 പന്തിൽ 21 റൺസുമായി പുറത്താകാതെ നിന്നപ്പോൾ 15 റൺസുമായി സ്വപ്നിൽ സിംഗും ഉറച്ച പിന്തുണ നൽകി. ഇതോടെ 38 പന്തുകൾ ബാക്കി നിൽക്കിയ RCB ചേസ് വിജയകരമായി പൂർത്തിയാക്കി. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി 45 റൺസ് വഴങ്ങി 4 വിക്കറ്റ് വീഴ്ത്തിയ ജോഷി ലിറ്റിലാണ് മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. ടീമിനെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഈ വിജയം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വളരെ നിർണായകമായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഇത് അവരുടെ തുടർച്ചയായ 2ാം ജയമാണ്. IPL 2024 പോയിന്റ്സ് ടേബിളിൽ ഇത് അവരുടെ നില കാര്യമായി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ ജയത്തോടെ പോയിന്റ് ടേബിളിലെ ഏറ്റവും അവസാന സ്ഥാനത്ത് നിന്ന് RCBക്ക് 7ാം സ്ഥാനത്തേക്ക് കയറാനായി. ഇത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി നിർത്തി. മറുവശത്ത് ഈ തോൽവി ഗുജറാത്ത് ടൈറ്റൻസിനെ 9ാം സ്ഥാനത്തേക്ക് താഴേക്ക് തള്ളിയിട്ടു. IPL സീസണിന്റെ വാശിയേറിയ സ്വഭാവം അടിവരയിടുന്ന ഒന്നാണ് ഈ ഫലം. ഓരോ മത്സരത്തിനും ടീമുകളുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങളിൽ വലിയ സ്വാധീനമുണ്ടെന്ന് ഇത് കാണിക്കുന്നു.